അതെ ഇന്ന് നെറ്റ് ഒന്നും ആകെ വെച്ചിട്ടില്ല. എടാ കളിക്കണ്ടി വേഗം കളിക്കുന്നത് കുറെ നേരമായി കളിക്കണം. എന്ത് അനക്ക് തന്നെ ആ പണിത്തെ കൈ കൊണ്ട് നെറ്റ് വയ്ക്കൂടെ? പണിക്ക് പോയാലല്ലേ ഓസിക്ക് കിട്ടുന്ന ഞാൻ നോക്കിക്കട്ടാ. മക്കളെ അമ്മ പണിക്ക് പോവാട്ടാ. ഈ തീരുവൊക്കെ ഒന്ന് എടുത്തേക്കണട്ടാ. ഒരു കരട് വിറക് കത്തിക്കാനില്ല. ഈ തിരി ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്കാൻ പറഞ്ഞതല്ലേ മക്കളെ. അവന്റെ മക്കളെ ഞാൻ പോകുമ്പോ ഇരിക്കണതല്ലേ നിങ്ങൾ ഇവിടെ ഈ 3 ആളും കൂടിയിട്ട് ഈ ഗെയിം കളി കളിച്ചുകൊണ്ടിരിക്കുക. ഇക്ക് വയ്യ. ഇത് ഒന്നിനത്രം പോകുന്ന ചെക്കന്മാരാ. പെണ്ണ് കെട്ടാനായി. പെണ്ണ് കെട്ടിയാ ഞാൻ തന്നെ നോക്കേണ്ടി വരും. അനക്കിപ്പ 300 റുപ്യ തരണ്ടായിരുന്നില്ല. എന്നിപ്പോ കൂലിയൊന്നും കിട്ടിയിട്ടില്ല. ഇനി മുതലാളി പതിയെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ചേച്ചിക്ക് പൈസ കൊടുത്തില്ല. ഇതിന് വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞു. തന്നെയാണോ വീട്? അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആള്. ചേച്ചി വീട് അറിയാറ്റേ ആദ്യമായിട്ട് വരാണല്ലോ. കേറിയിരിക്കാൻ സമയല്ലേ? ഞാനേ ഒരു അത്യാവശ്യ കാര്യം ടൗണിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ചേച്ചിക്ക് ഇപ്പൊ ഇന്ന് കാശ് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ വരുമ്പോ തരാന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഒരു കാര്യം ചെയ്യാം, അത് വെച്ചോളെ അവിടെ. അല്ല കാർത്തി ചേച്ചി ഏതാ? എന്റെ മക്കൾ തന്നെയാണ്. ഈ 3 മക്കൾ നിങ്ങളെ? ഇത്ര വലിയ മക്കളുണ്ട് നിങ്ങൾക്ക്? വലിയ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പണിക്കൊന്നും പോണില്ലേ? അവര് പണിക്കൊന്നും പോണില്ല. അവര് ഈ കുന്ത്രാണ്ടത്തില് കുത്തിയിട്ടുണ്ട്. അതല്ലാണ്ട് അവർക്ക് എന്താ പണി? എന്താ ഇവറ്റൊക്കെ 3 ആളും കൂടി പണിക്ക് പോകാൻ വെച്ചപ്പോ നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ചേച്ചി? ഈ 3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാലോ. അതൊക്കെ എന്റെ യോഗ. നിങ്ങളെ വന്നതൊന്നും അവരറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അവര് ഗെയിം കളിയില. അവര് ഏതോ ഒരു ലോകത്താ. ഇതെവിടെ സ്റ്റോപ്പ് പറയുന്നത് കേക്ക്. ഈ അമ്മ എന്റെ വീട്ടില് എത്ര ദിവസമായി ജോലിക്ക് വരാൻ തുടങ്ങിയിട്ടെന്നറിയോ? മനസ്സിലായങ്ങൾക്കൊക്കെ. അത് നിങ്ങൾ 3 മക്കള് ആൺമക്കള് കിരിക്കത്ത് വാലയക്കാരുണ്ടായിട്ട് ഈ വയസ്സായി തള്ളനെ അതിന് അസുഖമുണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളെ പുലർത്താൻ വേണ്ടിട്ട് അത് കഷ്ടപ്പെടുന്നത്. നിർത്തോ മൊബൈലൊക്കെ ആളെ താഴേക്ക്. എന്താണ് നിങ്ങളൊക്കെ വിചാരിച്ചത്? ഓരോരുത്തർ 500 റുപ്യ കിട്ടിയപ്പോൾ നിങ്ങൾക്കൊക്കെ 1500 റുപ്യ ദിവസമായി വീട്ടിൽ വരുമാനമായില്ലേ? അതുണ്ടെങ്കിൽ ഈ തള്ളനെ സുഖസുന്ദരമായിട്ട് നോക്കിക്കൊള്ളാ. ഇത് 10 മാസം ചുമന്ന് പ്രസവിച്ച തള്ളക്കാൻ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്താന്നുള്ളത്. തന്തല്ലാതെ വളർത്തിണ്ടാക്കിയ മക്കളല്ലേ ഞങ്ങള്. നാളെ ഞാൻ വീണ്ടും വരും, മറ്റന്നാളും വരും. ഞാൻ വരുമ്പോ ഇനി 3 ആളുകൾ ഉണ്ടാകാൻ പാടില്ല. മക്കളെ ഞാൻ ഇപ്പൊ പോവാണ്. നാളെ ഞാൻ വരും. ഈ നേരത്ത് വന്നു കഴിഞ്ഞാൽ അമ്മ പണിമാറ്റി വരുന്ന നേരത്ത് വന്നാൽ ഞാൻ ഇവിടെ വരും. അമ്മയുടെ കൂടെ ഞാനും വരും. നിങ്ങൾ 3 ആളും ഇവിടെ കാണാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായണ്ടോ? 3 ആൾക്കും നാളെ മുതൽ നന്നായിട്ട് പണിക്ക് പോകണം. ഓക്കെ? ഈ തീരുമാനം മാറ്റല്ല കേട്ടോ. നാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വിവരം കണ്ടാണ്ട് അറിയും. അമ്മ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് ഒക്കെ ശരിയാവും കേട്ടാ. വിഷമിക്കണ്ട.
ആ